പ്രശ്നം ചോദിക്കുകയെന്നല്ലാതെ കണി കാണാനായിട്ട് ഉള്ള രീതിയിലൊന്നും ഇവിടെ നമുക്ക് അത്ര സൗകര്യമില്ലായിരുന്നു. അപ്പം അങ്ങനെ കണിയായിട്ട് ഒരുക്കിയില്ല. അല്ലാതെ ഞങ്ങൾക്കിപ്പം ഡ്യൂട്ടിയുടെ കാര്യങ്ങളുകൊണ്ട് വരുമ്പോഴത്തേനും 1 മണിയാവും, പിന്നെ ഉറങ്ങുമ്പോഴത്തേക്കും 4 മണിയാവും, പിന്നെ കിടന്നുറങ്ങി എണീക്കുമ്പോഴത്തേക്കും ഉച്ചയാവും. അപ്പോൾ പിന്നെ അതുകൊണ്ട് കണിയായിട്ട് അങ്ങനെ ഒരുക്കോ എണ്ണിക്കുകയും ചെയ്തില്ല. പിന്നെ ഞാനിപ്പോൾ രാവിലെ എണീറ്റ് കുളിച്ചു, വിളക്ക് കത്തിച്ചു കൊടുത്തു. പിന്നെ വിചാരിച്ചു ഒന്ന് പായസം ഉണ്ടാക്കാൻ വിചാരിച്ചു. അങ്ങനെ പായസം ഉണ്ടാക്കാൻ പോവാണ്. പിന്നെന്താ അത്രയൊക്കെ ഉള്ളതാണ് ഇവിടുത്തെ വിഷു. വീട്ടിലൊക്കെ സദ്യയൊക്കെ ഉണ്ടാക്കി ഫോട്ടോ ഒക്കെ അയച്ചു തന്നു, കണിയുടെ ഫോട്ടോ ഒക്കെ അയച്ചു തന്നു. പിന്നെ എൻ്റെ നാട്ടിൽ ഒന്ന് ഉത്സവം തുടങ്ങുക, കൊടിയേറുക. പുന്നലയിൽ ശിവക്ഷേത്രത്തിൽ നിന്ന് കൊടിയേറുന്ന ഒരു 8 ദിവസത്തേക്കൊരു ഉത്സവമുണ്ട്. അങ്ങനെ പിന്നെന്താ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കുഞ്ഞ് വിഷമമുണ്ട് ഉത്സവം നാട്ടിലെ ഇതൊക്കെ കാണാൻ പറ്റാത്തതിൽ. പിന്നെന്താ അത്രയേ ഉള്ളൂ. നിങ്ങളുടെയൊക്കെ വിഷുവായി എന്ന് പറയണം കേട്ടോ. നിങ്ങൾക്ക് പായസം ഉണ്ടായി. പായസം ഉണ്ടാക്കി. ഞാൻ എങ്ങോട്ടാണ് നോക്കുന്നത്? പായസം ഉണ്ടാക്കി. ഞാൻ കുടിച്ചില്ല, കുടിച്ചു നോക്കട്ടെ. അത്യാവശ്യം ഞാൻ ഇങ്ങോട്ട് നോക്കുന്നത്, എൻ്റെ ഫേസിലോട്ടാണ് നോക്കുന്നത്. അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ട്. ചൂടുണ്ടായിരുന്നു. അങ്ങനെ വിഷു കഴിഞ്ഞു. ഇതൊക്കെയാണ് ഇവിടുത്തെ ആഘോഷം. കൈനീട്ടം കിട്ടിയില്ല. കൈനീട്ടം ഇവിടെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ തന്നെ പായസം ഉണ്ടാക്കി, ഞാൻ തന്നെ എന്താ തിന്നാൻ. അവരൊക്കെ ഉറക്കമായിരുന്നു. ഇപ്പോഴെണ്ണീറ്റ് കുളിക്കുക രണ്ടുപേരും. കുളിച്ച് വന്നിട്ട് അവർ പായസം കുടിച്ചിട്ട് അഭിപ്രായം പറയും. ഓക്കെ. ചൂടായെങ്കിൽ ചൂടാറിയിട്ട് കുടിക്കുമല്ല, ആക്രാന്തം. നീന പായസം നീ കൊള്ളാം, സൂപ്പർ, താങ്ക് യു. എന്റെ വിരൽ കിട്ടിയായിരുന്നു. പായസം എങ്ങനെയാണ് രേഷ്മ? സൂപ്പർ ആണോ? എന്റെ അതേ ഉള്ളു. എന്റെ ഫോട്ടോ ഇങ്ങനെ ആയിരുന്നു. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. താങ്ക് യു. അപ്പൊ എല്ലാവർക്കും ഹാപ്പി വിഷു.